ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഓൾഡ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നോട്ട് വേണ്ടവർ എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, 2021 കണക്കനുസരിച്ചിട്ടാണ് ഈ ഒരു ചോദ്യ പേപ്പറിനകത്ത് വന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്താണ്? 2024-25 എക്കണോമിക് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ വിളവുകൾ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏത് എന്നിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു പോകണം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കരിമ്പ്, പരുത്തി, അരി, ഗോതമ്പ്, ചണം എന്നിവയുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ എഴുതി തന്നെ പഠിച്ചു പോകേണ്ടതാണ്. ഓക്കെ, അപ്പം നോക്കാം. നെല്ലിന് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തെലങ്കാനയാണ്. എവിടാണ്? ഒന്നാം സ്ഥാനം തെലങ്കാനയ്ക്കാണ്. രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. രണ്ടാം സ്ഥാനമാണ് നെല്ലിനകത്ത് ഉത്തർപ്രദേശ് വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളാണ് മൂന്നാം സ്ഥാനത്ത് നെല്ലിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷനകത്ത് പഞ്ചാബ് എന്നായിരുന്നു 2021 സർവേ അനുസരിച്ചിട്ടുള്ള ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്നത്. അതായിരുന്നു തെറ്റായിട്ടുള്ള പദം ഏത് എന്നിട്ടായിരുന്നു ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. നെല്ലിനകത്ത് തെലങ്കാനയാണ് ഒന്നാമത് നിൽക്കുന്നത്, രണ്ടാമതായിട്ട് ഉത്തർപ്രദേശും, മൂന്നാമതായിട്ട് ആരാണ്? പശ്ചിമ ബംഗാളാണ്. അടുത്തത് പരുത്തി എന്ന് പറയുന്നതിനകത്ത് ഒന്നാം സ്ഥാനം ഗുജറാത്താണ്. അവിടെ വേരിയേഷൻ വന്നിട്ടുണ്ട്. പരുത്തിക്കാരാണിപ്പം ഗുജറാത്താണ്. രണ്ടാം സ്ഥാനം ആണ് മഹാരാഷ്ട്രയ്ക്ക്, മൂന്നാം സ്ഥാനം തെലങ്കാന. പരുത്തി ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ്, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, മൂന്നാം സ്ഥാനം തെലങ്കാന. 1, 2, 3 വരെയുള്ള അത്യാവശ്യം പഠിച്ചു വെച്ചേക്കാം. ജനറൽ എക്സാംസിനൊക്കെ അതൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. ഇനി കരിമ്പ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഒന്നാം സ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് കരിമ്പിന് ലഭിച്ചിരിക്കുന്നത്. മൂന്നാം സ്ഥാനം കർണാടകയ്ക്കാണ്. കരിമ്പിനകത്ത് ഉള്ള പ്രൊഡക്ഷനകത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഉത്തർപ്രദേശ്, 2 മഹാരാഷ്ട്ര, 3 കർണാടക. ഒന്നാം സ്ഥാനം ആർക്കാണ്? ഉത്തർപ്രദേശ്, 2 മഹാരാഷ്ട്ര, 3 കർണാടക. ക്ലിയർ? ഇനി ഗോതമ്പാണെങ്കിലോ അത് ഉത്തർപ്രദേശ് തന്നെയാണ്. മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം പഞ്ചാബിനാണ് ഗോതമ്പിനകത്ത്. ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശ്, രണ്ടാം സ്ഥാനം മധ്യപ്രദേശ്, മൂന്നാം സ്ഥാനം പഞ്ചാബിന്. ഇനി ചണം റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ചണം ഒന്നാം സ്ഥാനം പശ്ചിമ ബംഗാളാണ്, രണ്ടാം സ്ഥാനം ബീഹാർ, മൂന്നാം സ്ഥാനം ആസാമിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ പാടാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ഫസ്റ്റ് പ്ലേസ് എങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. ഒന്നാം സ്ഥാനം കരിമ്പിനും ഗോതമ്പിനും ഉത്തർപ്രദേശ് ആണെന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. നെല്ല് വന്നിരിക്കുന്നത് തെലങ്കാനയ്ക്കാണ്, പരുത്തി ഗുജറാത്തിനാണ്. നെല്ല് തെലങ്കാനയ്ക്കകത്താണ്. നെല്ലിനകത്തെ ലായും തെലങ്കാനയ്ക്കകത്തെ ലായും കൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കാം. നെല്ലെന്നുള്ളത് ചിലപ്പോൾ അരിയായിട്ടും തരും. അപ്പൊ പരുത്തി ഗുജറാത്ത്, നെല്ല് തെലങ്കാന. മറ്റേത് രണ്ടും ഏതാണ്? ഉത്തർപ്രദേശാണ് വന്നിരിക്കുന്നത്. കരിമ്പും അതുപോലെ തന്നെ ഗോതമ്പും ഉത്തർപ്രദേശാണ് വന്നിരിക്കുന്നത്. ചണമാണെങ്കിൽ പശ്ചിമ ബംഗാൾ. ഫസ്റ്റ് പ്ലേസ് എങ്കിലും അത്യാവശ്യം പഠിച്ചു വെക്കുക. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ചോദ്യത്തിനകത്ത് എന്തുവായിരുന്നു ചുവടെ നൽകിയത്? ഇപ്പം കരിമ്പ് നോക്കുവാണെങ്കിൽ കരിമ്പ് എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? നമുക്ക് ഉത്തർപ്രദേശ് തന്നെയാണ് ഇപ്പോഴത്തിനകത്തും വന്നിരിക്കുന്നത്. പരുത്തിയുടെ സ്ഥാനം അവിടെ മഹാരാഷ്ട്രയാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്താണ്? അത് ഇപ്പം ഗുജറാത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഗോതമ്പിനാണെങ്കിൽ ആർക്കാണ് വന്നിരിക്കുന്നത്? ഗോതമ്പും ഉത്തർപ്രദേശ് തന്നെയാണ്. റൈസ് ആണെങ്കിൽ ആർക്ക് വന്നിരിക്കുന്നു? തെലങ്കാനയ്ക്കകത്താണ്. അരി വന്നിരിക്കുന്നത് തെലങ്കാനയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ. കരിമ്പും ഗോതമ്പും ഉത്തർപ്രദേശ്, പരുത്തിയുടെ സ്ഥാനം മാറിയിട്ടുണ്ട്, ഗുജറാത്തിനകത്താണ്. പിന്നെ ചണമാണെങ്കിൽ പശ്ചിമ ബംഗാളാണ് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം, ടൺ കണക്കിന് വരുമ്പം ചെറിയ വ്യത്യാസം വരും, അങ്ങനെ ഒരു വേരിയേഷൻ വരും. അപ്പോൾ എന്തായാലും ഈ പരീക്ഷയ്ക്ക് നിങ്ങളിത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് പെഡി പ്ലെയിന്, പെനെ പ്ലെയിന്, പാൻ പ്ലെയിൻ, പാൻ ഫാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ. ഇത് സ്ഥിരമായിട്ട് ഡിഗ്രി ലെവലിന്റെ ഫോക്കസ് ഏരിയ തന്നെയാണ് ഈ പ്ലെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് പറയുന്നത് മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് കുറച്ച് ആൾക്കാരുടെ പേര് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കി പഠിച്ചു വെക്കണം. ഈ എന്താണ് പെഡി പ്ലെയിൻ, എന്താണ് പെനെ പ്ലെയിൻ, എന്താണ് പാൻ പ്ലെയിൻ, എന്താണ് പാൻ ഫാൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ഐഡിയ പരമായിട്ട് പഠിച്ചു പോകണം. ഇതെല്ലാം പ്രധാനമായിട്ടും മണ്ണൊലിപ്പ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നദികളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു സമതലം പോലെയൊക്കെ രൂപപ്പെടുന്ന ഒരു ഭൂരൂപമാണെന്ന കാര്യം നമ്മൾക്കൊരു ഐഡിയ വേണം. അപ്പൊ ഇവിടെ നമുക്ക് ലോസൺ, ക്രിക്കുമേ, എൽസി കിങ്, ഡേവിഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു പോകാം. അപ്പൊ പാൻ ഫാൻ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടല്ലോ, പാൻ ഫാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ട്
ആ ഒരു കാര്യത്തിലേക്കൊക്കെ വരുന്നത് എന്നിട്ടുള്ളത്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൃത്യമായി പഠിച്ചു പോകണം. നോക്കാം. വരണ്ടതോ ഭാഗികമായി വരണ്ടതോ ആയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വലിയ പരന്ന സവിശേഷതയില്ലാത്ത മണ്ണൊലിപ്പ് പ്രതലമാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക സവിശേഷതകളൊന്നും ഇല്ലാത്ത മണ്ണൊലിപ്പ് ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു പ്ലെയിൻ പറയുന്ന പേരാണ് ഏത്? അതായത് ഇത് സംഭവിക്കണമെങ്കിൽ ഒരു ഡ്രൈ ആയിരിക്കണം, അല്ലെങ്കിൽ ഹാഫ് ആയിട്ട് ഡ്രൈ ആയി സെമി അരിഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന മണ്ണൊലിപ്പ് പ്രതലം ഉണ്ടായി വരുന്നത്. അതിനെയാണ് പെഡി പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പെഡി പ്ലെയിൻ. ഇപ്പൊ പെഡി പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഐഡിയ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ.സി. കിങ്ങിന്റെ ആണ്. ആരുടേതാണ്? എൽ.സി. കിങ്. അപ്പം വരണ്ടതോ ഭാഗികമായി വരണ്ടതോ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ വലിയ പരന്ന സവിശേഷതകളൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു മണ്ണൊലിപ്പ് കൊണ്ടൊരു പ്രതലം ഉണ്ടാവുകയാണ്. ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ നമ്മൾ ഈ കുഞ്ഞുനാളിലൊക്കെ കളിക്കുന്ന സമയത്ത് ഈ മണ്ണിലൊക്കെ കളിച്ചവർക്ക് അറിയാം, നമ്മളിങ്ങനെ ഈ മണ്ണപ്പം പോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ കൊണ്ട് കുറേ നാൾ ആ ഒരു സംഭവം വെയിലത്തൊക്കെ നമ്മൾ ഈ അഡ പോലെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ നിങ്ങൾ കുഞ്ഞുനാളിൽ കളിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ എന്തായിട്ട് മാറും? അതൊരു ഒരു പ്രത്യേകിച്ച് ഒരു സവിശേഷതയും ഇല്ലാതെ ഒരു മണ്ണൊലിപ്പിന്റെ ഒരു പ്രതലമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അതാണ് എന്ത്? പെഡി പ്ലെയിൻ. അതാരാണ്? ആ ഒരു ഐഡിയ എൽ.സി. കിങ് ആണ് ഇതിനെ പറ്റിയിട്ടൊന്ന് സ്പെസിഫൈ ചെയ്തിരുന്ന വ്യക്തി. എൽ.സി. കിങ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തത്, ഒരു നദിയുടെ മണ്ണൊലിപ്പ് ചക്രം. നമുക്കിപ്പോൾ മനുഷ്യർക്ക് യൗവന കാലഘട്ടവും വാർദ്ധക്യകാലവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ, പ്രത്യേകിച്ച് യൗവനത്തിൽ നിന്ന് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പല പല വേരിയേഷൻസ് നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലും ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ലാസ്റ്റായിട്ട് ഇപ്പം നദികളെ സംബന്ധിച്ചും പിന്നെ അവരുടെ യൗവന ഘട്ടത്തിൽ നിന്നും വാർദ്ധക്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ലാസ്റ്റിൽ സംഭവിക്കുന്ന മാറ്റമാണ് ഏത്? പെനി പ്ലെയിൻ. അതായത് പനി പിടിച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തെ എവിടെയെങ്കിലും കിടപ്പാകുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതാണ് പെനി പ്ലെയിൻ എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ടേം യൂസ് ചെയ്ത വ്യക്തിയാണ് W.M. ഡേവിഡ്. ഇപ്പൊ എന്നോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞു പഠിക്കണം. W.M. ഡേവിഡ് ആണ്. അപ്പൊ ഡേവിഡിന് എന്ത് ചെയ്തു? പനി പിടിച്ച അദ്ദേഹം അവിടെ കിടപ്പായി, ഒരു പ്ലെയിൻ ആയി. അതായത് യൗവനഘട്ടത്തിൽ നിന്നും വാർദ്ധക്യഘട്ടത്തിലേക്ക് നദിയുടെ ഒരു മണ്ണൊലിപ്പ് ചക്രം പൂർത്തിയാകുമ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഏത്? പെനി പ്ലെയിൻ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ പ്രത്യേകിച്ച് ഒരു സവിശേഷതയും ഇല്ലെങ്കിൽ അതിനെ എന്ത് പറയും? പെഡി പ്ലെയിൻ എന്ന് പറയും. പെഡി പ്ലെയിൻ. ഇനി പെനി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാർദ്ധക്യഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം വരുന്നതെങ്കിൽ ആൻസർ എന്തായിട്ട് വരണം? പെനി പ്ലെയിൻ ആയിട്ട് വരണം. ക്ലിയർ ആയോ? ഇനി അടുത്തത്, വീതിയേറിയതും താഴ്ന്നതുമായ പരന്ന മണ്ണൊലിപ്പ് പ്രതലം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. വീതിയുണ്ട് പക്ഷെ താഴ്ന്നതുമായിട്ടുള്ള പരന്ന മണ്ണൊലിപ്പ് പ്രതലമാണ് പാൻ പ്ലെയിൻ. നമ്മളിപ്പം ഒരു പാൻ എടുത്തേന്നൊക്കെ പറയത്തില്ല, അതായത് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണ്? വീതിയേറിയതും താഴ്ന്നതുമായ പരന്ന മണ്ണൊലിപ്പ് പോലത്തെയാണ് പാൻ. അപ്പൊ അതെന്താണ്? ക്രിക്കുമേ എന്ന് പറയുന്ന വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട ഐഡിയ കൊടുത്തത്. പാൻ പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിക്കുമേ. അപ്പം ആർക്കാണ് ഇവിടെ പെനി പ്ലെയിൻ പിടിച്ചത്? ഡേവിഡിനാണ്. പെഡി പ്ലെയിൻ ആണെങ്കിൽ എന്താണ്? എൽ.സി. കിങ് ആണ്. പാൻ പ്ലെയിൻ ആണെങ്കിൽ എന്ത് പറയണം? ക്രിക്കുമയാണ്. പാൻ പ്ലെയിൻ ആണെങ്കിൽ എന്ത് പറയണം? ക്രിക്കുമയാണ്. വീതിയേറിയതാണ്, താഴ്ന്നതുമായിട്ടുള്ള പരന്ന മണ്ണൊലിപ്പ്. ഇതെല്ലാം എന്താണ്? മണ്ണൊലിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ്. അടുത്തത്, വരണ്ട പ്രദേശങ്ങളിൽ ഭൂരൂപ വികാസങ്ങളെല്ലാം കഴിഞ്ഞത് ലാസ്റ്റ് സ്റ്റേജിന് പറയുന്ന പേരാണ് പാൻഫൻ. ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പം എന്ത് പറയണം? ആ ഒരു രീതിയിൽ അവസാനത്തെ ഘട്ടം, അതായത് അന്തരീക്ഷത്തിലെ കാര്യങ്ങളായാലും കുറേ റീസൈക്കിൾസ് ഒക്കെ സംഭവിച്ച മണ്ണൊലിപ്പിന്റെ എല്ലാം അവസാനം, ആ ഒരു വരണ്ട പ്രദേശങ്ങളിൽ ഭൂരൂപത്തിന്റെ ഒരു അവസാന ഘട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പാൻ ഫാൻ. അതിനോട് മാത്രമേ ഉള്ളൂ എന്തു വരുന്നത്? ഫാൻ എന്നുള്ള വേർഡ് വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്താണ്? പ്ലെയിൻ ആണ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു, ഒരു പരന്ന മണ്ണൊലിപ്പ് സമതലമാണെങ്കിൽ എന്താണ്? താഴ്ന്നതുമായിട്ടുള്ള വീതിയേറിയതാണെങ്കിൽ പാൻ പ്ലെയിൻ എന്ന് പറഞ്ഞു. ഇനി ഭൂരൂപത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടം, ഈ പറയുന്ന മണ്ണൊലിപ്പിന്റെയും അന്തരീക്ഷത്തിലെ പല ഡിഫറെന്റ് ആയിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളുടെയും എല്ലാം ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് പാൻ ഫാൻ. അത് കണ്ടുപിടിച്ചാണ് A.C. ലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി. അപ്പൊ നമുക്കിനി ആ ചോദ്യത്തിലേക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്കത് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യം കിട്ടുന്നുള്ളത്. ഇപ്പൊ ഇവിടെ നമുക്ക് പെനെ പ്ലെയിൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെനെ പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പേ പെനി എന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെന്താണ്? ഡേവിഡിനെ ഓർമ്മയുണ്ടോ? ഇനിയും എൽ.സി. കിങ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? പെഡി പ്ലെയിൻ. പെഡി പ്ലെയിൻ ആണ് എൽ.സി. കിങ് അല്ലെ? പിന്നെ നമ്മുടെ പാത്രത്തിലൊക്കെ വെച്ചപ്പോൾ എന്ത് ചെയ്തു? പാൻ പ്ലെയിനകത്ത് ക്രിക്കുമേ.
ഇനി പാൻ ഫാൻ എന്ന് പറയുന്ന സംഭവം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റിൽ നമ്മൾക്ക് എന്ത് പറഞ്ഞത്, എ സി ലോൺ. ലോസൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ സി ലോൺ ആണ് ആക്ച്വലി വരുന്നത്. എ സി ലോൺ ആണ് അതുമായി ബന്ധം. ലോസൺ അല്ല, എ സി ലോൺ ആണ് വരുന്നത്. എ സി ലോൺ ആണ്. അപ്പൊ പെഡിപ്ലെയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത്തെ ആൻസർ ഏത് വരുന്നുണ്ട്? പെഡിപ്ലെയിൻ ആണെങ്കിൽ കിങ് ആണ്, എൽ സി കിങ് ആണ് വരുന്നത്. പെനെപ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പെനെപ്ലെയിന് പെനെപ്ലെയിന് പനി പിടിച്ചു കിടക്കുന്ന ഡേവിഡ്. പാൻ ഫാൻ എന്ന് പറയുന്ന സമയത്ത് ലോസൺ. പാൻ പ്ലെയിനോ? പാൻ പ്ലെയിന് പാനായിട്ടുള്ള പ്ലെയിൻ ക്രിക്കുമേ. അതിങ്ങനെ ക്രിക്കായി പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ക്രാക്കായി പോയി എന്നൊക്കെ ജസ്റ്റ് ഓർത്തേച്ചാൽ മതി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം നന്നായിട്ട് കേട്ടോ. അപ്പോൾ വരണ്ടതോ ഭാഗികമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകിച്ച് ഒരു സവിശേഷതയും ഇല്ലെങ്കിൽ അതിനെ പെഡി പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടാണ്. പെഡി പ്ലെയിൻ എൽ സി കിങ് ആണ്. പെഡി പ്ലെയിൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, പ്രത്യേകിച്ച് ഒരു സവിശേഷതയും ഇല്ലെങ്കിൽ എൽ സി കിങ്. ഇനി വാർദ്ധക്യം ആയിട്ടൊക്കെ വരുമ്പം പനിയൊക്കെ പിടിക്കും. സോ പെന്നി പ്ലെയിൻ എന്ന് പറയുന്നു WM ഡേവിഡ്. WM ഡേവിഡ്. അടുത്തത് വീതിയേറിയതും താഴ്ന്നതുമായ പരന്ന മണ്ണൊലിപ്പ് പ്രതലം ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാൻ പ്ലെയിൻ. അതാണ് പാൻ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ക്രിക്ക് ആകും, ക്രാക്ക് ആകും എന്നൊക്കെ ഓർത്തേച്ചാൽ മതി. ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വരണ്ട പ്രദേശങ്ങളിൽ ഭൂരൂപ വികാസത്തിന്റെ അവസാനത്തെ ഘട്ടമാണ് ഏത്? പാൻ ഫാൻ. അത് എ സി ലോൺ ആണ്. അപ്പൊ വേണമെങ്കിൽ അത് നമുക്ക് പിന്നെ ഓർത്ത് വെച്ചേക്കാം. ഫാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു എ സി ഒക്കെ വാങ്ങിച്ചു ലോൺ എടുത്തിട്ടുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ എന്തുവാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്? ലോസൺ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. എ സി ലോൺ ആണ് കൃത്യമായിട്ട് വരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിച്ചു വെച്ചേക്കുക. പെഡിപ്ലെയിൻ എന്താണ്? എൽ സി കിങ് ആണ്. പെഡിപ്ലെയിൻ എൽ സി കിങ്. പെനെപ്ലെയിൻ ആണെങ്കിൽ ഡേവിഡിനെ ഓർത്തോണം. പാൻ ആണെങ്കിൽ ക്രിക്കുമേ. അത് രണ്ടും ഈസി ആയിട്ട് കിട്ടുമല്ലോ. പെനെ ഓർ പനിയൊക്കെ ആണെങ്കിൽ ഡേവിഡ് ആണ്. പിന്നെ എന്താണ്? പാൻ പ്ലെയിൻ ആണെങ്കിൽ ക്രിക്കുമേ. പാൻ ഫാൻ ആണെങ്കിൽ എ സി ലോൺ ആണ്. എ സി ലോൺ. ദെൻ അടുത്തത് പെഡിപ്ലെയിൻ ആണെങ്കിൽ കിങ് ആണ്, എൽ സി കിങ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഒന്നാമത്തത് എന്തിനകത്ത് വന്നിരിക്കുന്നു? 3-നകത്ത്. രണ്ടാമത്തത് 4-നകത്ത് വന്നിരിക്കുന്നു. മൂന്നാമത്തേത് 2-നകത്ത് വന്നിരിക്കുന്നു. നാലാമത് 1-നകത്ത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ച് പോവുക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. 6 മന്ത്സിലേക്കാണ് നമ്മുടെ കോഴ്സ്. മാത്സ്, ഇംഗ്ലീഷും മലയാളവും എല്ലാം ചേർത്തിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് വരുന്നത്. ഡെയിലി 3 ക്ലാസ്സസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ടീച്ച്മെന്റ് ആപ്പിലായിരിക്കും ക്ലാസ് വരുന്നത്. ലൈവ് സെഷൻസ് ആണ്. ലൈവ് കാണാൻ പറ്റുന്നവർക്കും ലൈവിന്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തു പോകും. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 999 ആണ് ഫീസ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ കമൻസുകളും എല്ലാം തീർച്ചയായിട്ടും താഴെ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.